ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ഒന്നും ചേർക്കാത്ത ഒരു ഉരുളക്കിഴങ്ങ് കറി. ടേസ്റ്റിന് ഒട്ടും പുറകിലോട്ടല്ലാത്ത ഈ കറി ചോറും ചപ്പാത്തിയും ഉൾപ്പെടെ എന്തിൻ്റെ കൂടെ ചേരുകയും ചെയ്യും. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 വലിയ പൊട്ടറ്റോ ആണ്. അത് ബോയിൽ ചെയ്ത് പുഴുങ്ങി തോല് കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മുഴുവനായിട്ട് ഉടച്ച് പേസ്റ്റ് ആക്കണ്ട, ഇടയ്ക്ക് ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയും വേണം. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പറയാൻ വിട്ടുപോയി, ഇതൊരു 4 പേർക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ മസാല കുത്തുള്ള ഒരു കറിയല്ല കേട്ടോ ഇത്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതൊരു 10-15 സെക്കൻഡ് നേരം വഴറ്റിയ ശേഷം 2 പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവുള്ളതാണ് എടുത്തിട്ടുള്ളത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെ നിറം മാറുന്നവരെ ഒന്ന് വഴറ്റിയ ശേഷം 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, ഒന്ന് തക്കാളി മെൽറ്റ് ആവാൻ സഹായിക്കും. പിന്നീട് നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി വഴറ്റി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വേവുന്നത് വരെ, നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇളക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ അടപ്പ് തുറന്നിരുന്നു കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചുമന്ന മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ. ഈ പൊടികളുടെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ട, ഗ്രാമ്പു, ഏലം, ഗരം മസാല ഇങ്ങനെയുള്ള മസാലകളുടെ കുത്ത് അധികമുള്ള ഒരു കറിയല്ല ഇത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത്, ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതാ പൊടികളൊക്കെ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ചു വെച്ച പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയത്. അപ്പോൾ ഗ്രേവിയിലേക്ക് ഉപ്പ് കൊടുക്കുമ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം മസാലയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങിലൊക്കെ മസാല ചേർന്ന് വരുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 350 ml വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ചൂടുവെള്ളം. മാക്സിമം 500 ml വെള്ളം മാത്രമേ ഈ ഒരു അളവ് ഇൻഗ്രീഡിയൻസിന് പറ്റുള്ളൂ കേട്ടോ. ഇതേ സമയത്ത് തന്നെ പാകത്തിന് ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തിളയ്ക്കാൻ വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ നന്നായിട്ട് തന്നെ മല്ലിയില ചേർക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് തിളയ്ക്കട്ടെ. ഇതായിപ്പോൾ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് റെഡിയാണ്. ഇപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്തെളുപ്പമല്ലേ ഈ ഒരു കറി ഉണ്ടാക്കാൻ? അതുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റും. ഇത് ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ചേരും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് എല്ലാത്തിൻ്റെ കൂടെയും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് തരൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.